പ്രിയരെ, എങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കാം, അക്കൗണ്ട് ബാലൻസ് കൂട്ടാം എന്നിങ്ങനെ നാം ഓരോ ദിവസവും തല പുകഞ്ഞ് ആലോചിക്കുന്നവരാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് അൽഹംദുലില്ലാ പറയാനുള്ള മനസ്സുണ്ടോ? എന്നാൽ നമുക്ക് സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. നമുക്ക് ഈ സമ്പത്ത് കൊണ്ടൊക്കെ ലക്ഷ്യമിടുന്ന അതല്ലേ, സമാധാനം കിട്ടുക, സന്തോഷം കിട്ടുക. എന്നാൽ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞു അന്നന്നത്തെ കാര്യങ്ങൾ സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ടോ? എന്നാൽ നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞു മുന്നോട്ട് പോവുക. നമ്മൾ പൊതുവെ സമ്പത്തിനെ പറ്റി പറയുന്ന ഒരു കാര്യമാണ്, കൊണ്ടുപോകുന്നു ചോരന്മാർ കൊടുത്താൽ ചുരുങ്ങിടും. എത്ര യാഥാർത്ഥ്യമാണ്, എത്ര യാഥാർത്ഥ്യമാണ്. ഇപ്പം കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് വരുന്ന വാർത്തകളൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? പ്രത്യേകിച്ച് സൗദിയിലെ റിയാദിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ത് ചെയ്തു, ഒരു കൊള്ളക്കാരൻ്റെ കുത്തേറ്റ് മരിച്ച ആ വാർത്തയൊക്കെ നമ്മൾ വായിച്ചവരാണ്. തൊടുപുഴ സ്വദേശിയായ കൊടിയത്തൂറുകാരൻ അനന്തു കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വാർത്തയും നാം വായിച്ചവരാണ്. ഇവിടെയൊക്കെ സംഭവിച്ചത് എന്താണ്? അദ്ദേഹത്തിന് ഈ റിയാദിലെ സാമൂഹിക പ്രവർത്തകന് കോടിക്കണക്കിന് ആസ്തിയുണ്ട്. പക്ഷേ അത്ര സമ്പത്തുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണം ചില കള്ളന്മാരുടെ കരങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ തന്നെ വച്ച് ദുരൂഹമായി മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പണത്തിന് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത് കള്ളന്മാരുടെ നോട്ട സ്ഥാനമാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ്. അവരുടെ ജീവനെന്നോ എന്ത് ചെയ്യാൻ പറ്റില്ല, സേവ് ചെയ്യുക എന്നുള്ള കാര്യം നടത്താൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന തൊടുപുഴ കൊടിയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണൻ. നമ്മൾ കണ്ടാണ്, പല ആളുകൾക്കും ഞാൻ എന്ത് ചെയ്യാം, ഇലക്ട്രിക് സ്കൂട്ടർ തരാം, തയ്യൽ മെഷീൻ തരാം, ലാപ്ടോപ്പ് തരാം എന്നൊക്കെ പല ആവശ്യങ്ങൾ നിങ്ങൾ നടത്തിത്തരാം, പകുതി ക്യാഷ് എന്താ ചെയ്താൽ മതി, തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പല ആളുകളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടി വച്ചിരുന്ന പണം, മക്കളെ കെട്ടിക്കാൻ, അതുപോലെ മരുന്ന് വാങ്ങാൻ, ഇങ്ങനെ വളരെ അത്യാവശ്യമായിട്ട് നടത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ വച്ചിരുന്ന പൈസ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിക്കൊണ്ട് എന്ത് ചെയ്തു, അവർ ആ പൈസയൊക്കെ കൊടുത്തു, അവരുടെ സമ്പത്ത് ചുരുങ്ങി. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചെയ്യേണ്ടത്, എനിക്ക് ഇനിയും കൂടണം, കിട്ടണം, കുറേ വേണം, കുറേ മലകൾ കണക്കി എനിക്ക് സമ്പത്ത് വേണം, ആ ഒരു ചിന്ത മാറ്റിക്കൊണ്ട് ഇപ്പം നമുക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യമുണ്ടോ, അൽഹംദുലില്ലാ പറയുക എന്നതാണ് നാം ചെയ്യേണ്ടത്. അപ്പോൾ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക്